2:30 മണിയോടുകൂടി വാഹന പരിശോധന നടത്തി വരികയായിരുന്നു. ആ സമയത്താണ് കർണാടക ഭാഗത്തു നിന്നൊരു മാരുതി സ്വിഫ്റ്റ് കാർ വരുന്നത്. കാർ കൈകാണിച്ച് നിർത്തി പരിശോധനയ്ക്ക് വേണ്ടി അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി കെ മുൻഭാഗത്ത് കയറി പരിശോധന നടത്തുകയും PO ഗ്രേഡ് ഷാജി അളോക്കൻ ബാക്കിലെ സീറ്റിൽ കയറി പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്ത് വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് കാറ് മുന്നോട്ടെടുക്കുകയും അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജിയെ പിടിച്ച് പുറത്തേക്ക് തെറിപ്പിക്കുകയും ബാക്ക് സീറ്റിലുണ്ടായിരുന്ന ഷാജി അളോക്കനെ കാറ് ലോക്ക് ചെയ്ത് ഏകദേശം 3 കിലോമീറ്ററും ഓടിപ്പോവുകയും ചെയ്തു. 3 കിലോമീറ്ററിന് ശേഷം ഈ ഷാജിയെ വാഹനം നിർത്തി ഇറക്കി വിട്ട് വണ്ടി അടിച്ചുവിട്ട് പോവുകയാണ് ഉണ്ടായത്. കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെ എത്തിയ കാർ പരിശോധനയ്ക്കായി പിൻസീറ്റിൽ കയറിയ ഉദ്യോഗസ്ഥനെ വാതിൽ ലോക്ക് ചെയ്ത് കാറിൽ തട്ടിക്കൊണ്ടുപോയി 3 കിലോമീറ്ററിനപ്പുറം ഇറക്കിവിട്ടു. ഇദ്ദേഹത്തിൻ്റെ കൂടെ വാഹന പരിശോധനയിൽ ഏർപ്പെട്ടിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥനെ തട്ടിത്തെറിപ്പിച്ച ശേഷമാണ് ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന ആൾ പിൻസീറ്റിൽ കയറി വാഹനം പരിശോധിക്കുകയായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥൻ ഷാജി അലോക്കനെയും കൊണ്ട് വാഹനം ഓടിച്ചു പോയത്. കാറിൽ ഡ്രൈവർ ഒഴികെ മറ്റാരും ഉണ്ടായിരുന്നില്ല. വെള്ളിയാഴ്ച പുലർച്ചെ 2:30 കൂട്ടുപുഴ എക്സൈസ് ചെക്ക് പോസ്റ്റിൽ വെച്ച് വാഹന പരിശോധനയ്ക്കിടെയായിരുന്നു സംഭവം. കർണാടക ഭാഗത്തു നിന്ന് വന്ന KL 45M 6300 നമ്പർ വെള്ള സ്വിഫ്റ്റ് മാരുതി കാർ കൈകാണിച്ച് നിർത്തി പരിശോധിക്കുന്നതിനിടയിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK ഷാജിയെ തട്ടിത്തെറിപ്പിക്കുകയും വാഹനത്തിൽ കയറി പിൻസീറ്റിൽ പരിശോധിക്കുകയായിരുന്ന എക്സൈസ് ഉദ്യോഗസ്ഥനായ ഷാജി അളോക്കനെയും കൊണ്ട് കാർ അമിത വേഗതയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. തുടർന്ന് 3 കിലോമീറ്ററിനപ്പുറം കിളേന്തര ഭാഗത്ത് എക്സൈസ് ഉദ്യോഗസ്ഥൻ ഷാജിയെ റോഡരികിൽ ഇറക്കിവിട്ട് കാർ ഓടിച്ചുപോയി. എക്സൈസ് ഉദ്യോഗസ്ഥ സംഘം കാറിനെ പിന്തുടരുകയും ഉടൻ തന്നെ ഇരിട്ടി പോലീസിലും എക്സൈസിൻ്റെ സ്ട്രൈക്കർ ഫോഴ്സിലും വിവരമറിയിച്ചെങ്കിലും വാഹനം പിടികൂടാൻ കഴിഞ്ഞില്ല. സംഭവത്തിനിടയിൽ പരിക്കേറ്റ KK ഷാജി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ KK ഷാജിയുടെ പരാതിയിൽ ഇരിട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വാഹനത്തെക്കുറിച്ച് സൂചന ലഭിച്ചതായി എക്സൈസ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഷഫീഖ് പറഞ്ഞു. 2:30 മണിയോടുകൂടി വാഹന പരിശോധന നടത്തി വരികയായിരുന്നു. ആ സമയത്താണ് കർണാടക ഭാഗത്തു നിന്നൊരു മാരുതി സ്വിഫ്റ്റ് കാർ വരുന്നത്. കാർ കൈകാണിച്ച് നിർത്തി പരിശോധനയ്ക്ക് വേണ്ടി അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജി കെ മുൻഭാഗത്ത് കയറി പരിശോധന നടത്തുകയും PO ഗ്രേഡ് ഷാജി അളോക്കൻ ബാക്കിലെ സീറ്റിൽ കയറി പരിശോധന നടത്തുകയും ചെയ്യുകയായിരുന്നു. ആ സമയത്ത് വണ്ടിയുടെ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്ന ആൾ പെട്ടെന്ന് കാറ് മുന്നോട്ടെടുക്കുകയും അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഷാജിയെ പിടിച്ച് പുറത്തേക്ക് തെറിപ്പിക്കുകയും ബാക്ക് സീറ്റിലുണ്ടായിരുന്ന ഷാജി അളോക്കനെ കാറ് ലോക്ക് ചെയ്ത് ഏകദേശം 3 കിലോമീറ്ററും ഓടിപ്പോവുകയും ചെയ്തു. 3 കിലോമീറ്ററിന് ശേഷം ഈ ഷാജിയെ വാഹനം നിർത്തി ഇറക്കി വിട്ട് വണ്ടി അടിച്ചുവിട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്തുടർന്നെങ്കിലും വാഹനം പിടികിട്ടില്ല. ഇരിട്ടി പോലീസിലും എക്സൈസിൻ്റെ സ്ട്രൈക്കിംഗ് ഫോഴ്സിലും വിവരം നൽകുകയും 2 പാർട്ടി വാഹനം കണ്ടെത്താൻ ശ്രമിച്ചെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. വണ്ടിയിൽ ആൾക്കാരുണ്ട്? എത്ര ആളുണ്ടായിരുന്നു? വണ്ടിയിൽ ഒരാൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. ആളെക്കുറിച്ച് ചെറിയ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. പോലീസ് എക്സൈസും അന്വേഷണം നടത്തുന്നുണ്ട്.